ഇങ്ങനെ കേട്ടോ നമ്മൾ സ്റ്റെയർ വരുന്നത് ഒരു വുഡിലും ഇതിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ തന്നെ ഇങ്ങനൊരു സ്പേസാണ്. നമ്മൾ ഇങ്ങനൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് ആദ്യം നമ്മൾ ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ വെക്കാനും കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇവർക്ക് ഇങ്ങനെ ഒരു ഏരിയ ആയിട്ട് ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാസിൻ്റെ ഒരു സംഭവം വിരിച്ചു, എന്നിട്ട് അതിൽ അവർക്കൊരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെല്ലായിടത്തും ഇവരുടെ ടോയ്സ് ഒക്കെ ഉണ്ടാവുന്നേക്കാളും കുറച്ച് എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് തോന്നാറുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളെ പ്ലേ ഏരിയ കാണിച്ചു തരാനാണ്. ഇവിടെ നമ്മളിങ്ങനെ ഒരു ഇത് വരച്ചിട്ടുണ്ട് കേട്ടോ, ഗ്രാസിൻ്റെ തന്നെ. പിന്നെ നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഉണ്ട് കേട്ടോ ചെയ്യാൻ. അവർക്ക് കളിക്കാനും ചിത്രം വരയ്ക്കാനും ഇവിടെ നമ്മളിങ്ങനെ ഒരു ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരിവിടെ ഇരുന്നിട്ട് വരയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ ആ ഒരു കോർണറിൽ ആമി സ്ഥിരമായിട്ട് ഇരിക്കുന്നൊക്കെ ഒരു സ്പേസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഏരിയ ഉള്ള വീടാണെങ്കിലും സ്ക്വയർ ഫീറ്റൊക്കെ കുറവാണെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. കുട്ടികൾക്കും കൂടെ നമ്മൾ അവരെ തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കളിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഇവിടെ സ്റ്റെയറിന് താഴെ ചെറിയൊരു അതെ, ഈ സ്റ്റെയറിൻ്റെ ഏരിയനെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തതാണല്ലേ, താഴെ ഈ ഒരു ഭാഗം മൊത്തം. അപ്പൊ ഫസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഊഞ്ഞാലാണ്. ഈ സ്റ്റെയറിൻ്റെ ഇവിടെ തന്നെ നമ്മളൊരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇത് റൂമിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ ചെയ്തിരുന്നു. അതെ, അത്യാവശ്യം ഊഞ്ഞാലാണുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒരു റെക്ടാങ്കിൾ രീതിയിൽ പോലെ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ആടാൻ കഴിയും. അതെ, പിന്നെ ഇവിടെ നമ്മള് ഇവിടേക്ക് വരുമ്പം എന്റെ ഡ്രോയിങ്സ് ഞാൻ ഫ്രെയിം ചെയ്തതാണ്. നീ വരച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ തവണ വരച്ചതിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് 2-3 സീനറീസ് ഉണ്ട്, കുറച്ച് കാർട്ടൂൺസ് ഉണ്ട്, കുറെ ഇങ്ങനത്തെ ഗേൾസ് പിക്ചേഴ്സ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് നമ്മൾ ഐക്കേന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ചു അല്ലെ, ഈ ഫ്രെയിം വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്തു. പക്ഷേ ഇതില് ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത് ഇതാണ്. ഇത് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോ ഞാൻ ഈ ഒരു സാധനം ഷെൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചല്ല, ബീച്ചിൽ എടുത്തു. അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഒരു ഗിൽട്ട് പൊടി പോലത്തെ സാധനം ഞാൻ അതിലിട്ട് പെയിന്റ് ചെയ്തിട്ട് അത് ശരിക്കും സ്റ്റിക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു അങ്ങനത്തെ ഏതൊരു ക്യാരക്ടർ അല്ലേ ഈ ഒരു പിക്ചർ, മോവാന പാർട്ട് 2ന്റെ ഗേൾ ആണിത്. ഫസ്റ്റ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, അത് കൊളായി പോയി. പിന്നെ ഞാൻ വരച്ചപ്പോ അത് റെഡിയായി. അതെ, ഇനിയിപ്പോ ഇങ്ങനത്തെ ഫ്രെയിം ഒക്കെ തീർന്നു നമ്മളത് വാങ്ങിച്ചത് അല്ലേ. ഇനി ഐക്യയില് പോകുമ്പോ അല്ലെങ്കിൽ ഓൺലൈനിലോ ആമസോണിലോ അങ്ങനത്തെ നോക്കണം. 4 നമ്മള് ഫ്രെയിംസ് ഇനി വാങ്ങണം. ഇത് പിന്നെ ആമിന്റെ ഒരു പഴയ ബോർഡാ അല്ലേ, അതിന് ബോർഡാണ്. ഇനി പാപ്പുന് വേറെ വാങ്ങിക്കണം. അതെ, നമ്മള് ഓർഡർ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതെ, പിന്നെ ഇവിടെ കുറച്ച് ഭാവിയിൽ നമ്മളിവിടെ ഇങ്ങനെ സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റും. കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇനി റൂമിയും കൂടെ കുറച്ച് വലിയ ആളാകുമ്പോൾ കുറച്ചുകൂടെ അവളുടെ വരയ്ക്കലും പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ആക്കി മാറ്റാനുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക്. അതെ, ഇപ്പോൾ അവൾ ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഇങ്ങനൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ ഇവിടെ തന്നെ നമ്മൾ ഇൻവെർട്ടറും പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഉമ്മച്ചീന്റെയും അബ്ബേന്റെയും കല്യാണ ഫോട്ടോ ആണ് കേട്ടോ. അതുണ്ട് ആമീന്റെ പാർക്കിലല്ലേ? ആമീന്റെ ഞങ്ങള് രണ്ടുപേരുടെ. ഓക്കെ, പിന്നെ ഇത് എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഫേവറേറ്റ് എല്ലാം എന്റെ ഫേവറേറ്റ്. അപ്പം ഇവിടെ ആമീന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഞാൻ പറയാം. ഓക്കെ, ഇത് ഒരു കുഞ്ഞു പോട്ടാണ്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പോട്ടാണ്. ഇതൊരു പ്ലാന്റ് ആണ് പുറത്തുണ്ടായിരുന്നത്. അപ്പൊ നിനക്കത് ഇഷ്ടമായതുകൊണ്ട് നീ ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ ഇത് ഉമ്മച്ചി കാണാതെ ഞാനൊരു മണി പ്ലാന്റിനെടുത്ത് മണ്ണൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടോ? ഈ കട്ടൻ വെച്ചിട്ട് അതിനെ ഇടയ്ക്ക് ഹൈഡ് ചെയ്ത് വെക്കും അല്ലേ? ഹൈഡ് ചെയ്ത് വെക്ക. നമ്മള് ഹൈഡ് ചെയ്ത് വെക്കുമ്പോ അല്ല, ഞാൻ കാണാതെ ചെയ്ത് വെക്കാറുണ്ട് തോന്നുന്നു. അതെ. പിന്നെ ഇത് സൺലൈറ്റ് വരികയും ചെയ്യും, വാട്ടറും ഉണ്ട്. പിന്നെ ഇത് ഉമ്മച്ചിന്റെ ഫേവറേറ്റ് പ്ലാന്റിന് ഞാൻ തട്ടിപ്പറിച്ചെടുത്ത് വെച്ചതാണ്. അപ്പൊ അതിന് ഞാൻ ഒരു കുഞ്ഞു ഭംഗിയുള്ളൊരു പോട്ടില് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇത് ബിഗായി. അത് നീ വെച്ചപ്പോ ചെറുതായിരുന്നു തോന്നുന്നുണ്ട്. അത് ഒരു ലീഫേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മൊത്തത്തില് കൊറേ ആയി. ഇതുണ്ടോ, ഒരു വലിയ വേരില് വന്നതാണ്.
കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ഇത് ഈ അടുത്ത് ഉമ്മ എനിക്ക് ഒരു പോട്ട് തന്നപ്പോ ഞാൻ ഓടിപ്പോയിട്ട് അതായത് നമ്മള് ഇവിടെ പാർക്കൊക്കെ ക്ലീൻ ചെയ്തപ്പോ ഈ കളിക്കുന്ന ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തപ്പോ കുറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു പോട്ട് കിട്ടിയപ്പോ അതിന് ഞാൻ ഇങ്ങനെ മണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടാക്കി. അതും ഇത്ര കുഞ്ഞതായിരുന്നു, ഇത് ബിഗായി. അപ്പൊ ഈ കബോർഡിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇവിടെ എന്റെ പ്ലേസ്, ഇത് ഞങ്ങളെ രണ്ടുപേരുടെ പ്ലേസ്. അതെ, ഇവിടെ നീ ഇങ്ങനെ കൊറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ, അതായത് ബോട്ടിലൊക്കെ പെയിന്റ് ചെയ്തത്. പിന്നെ ഇവിടെ നിന്റെ കൊറേ ആക്രി സാധനങ്ങളുണ്ട്. ഇത് ആക്രിയൊന്നുമല്ല, ആക്രിയല്ല, ആക്രിയൊന്നും അത്ര ഇല്ല കേട്ടോ. നമ്മള് ക്ലീൻ ആക്കിയപ്പോ ആക്രി മൊത്തം പോയി. ഇതില് മാത്രമേ, സോറി ആക്രി എന്നല്ല, നീ വരയ്ക്കുന്ന ആക്രിന്റെയും സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ആക്രി പറയാ. അപ്പൊ ഇവിടെ ഞാനിങ്ങനെ ചാർട്ടും പിന്നെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ആർട്ടിന്റെ മെറ്റീരിയൽസ്, എന്റെ ബ്രേസ്ലെറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഒരു സ്റ്റാൻഡ്, ഇത് പല സാധനങ്ങളും നമ്മൾ കിച്ചണിൽ വെച്ച് മാറ്റിയതായിരിക്കും. പിന്നെ ഇവിടെ തന്നെ ബ്രേസ്ലെറ്റിന്റെ കിറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് പെയിന്റ് പാലറ്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ ഒരു പാത്രം കൊണ്ടാണ്. അപ്പൊ ഇതിന് ഞാൻ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ട് വേറൊരു പോട്ട് വെക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. ഇത് ഇവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ബോക്സ്, ഇതിന്റെ ഉള്ളിൽ നല്ല ക്യൂട്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ബോക്സ്. ഇതിന് ഞാൻ നെയിൽ സ്ലിപ്പ് കൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ബ്രാൻഡ് കാണാതെ നിൽക്കാൻ വേണ്ടി. ഇത് എൻ്റെ തന്നെ, ഞാൻ തന്നെ ആയിട്ട് ചെയ്തതാണുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ ടേബിളിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്നു, ക്രിസ്മസിനൊക്കെ ആയിട്ടുള്ള ക്ലേ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ഉമ്മച്ചേന്റെ കിച്ചണിലുള്ളൊരു ഒരു പാത്രത്തിന്റെ ഒരു വുഡൻ അടപ്പം കൊടുത്തിട്ട്, അപ്പൊ എന്തോ ഒരു ചെറുതായിട്ടൊരു നൈറ്റിന് ഞാൻ ചെയ്തതാണ് ഒരു പെയിന്റിങ്. അങ്ങനത്തെ കുറെ തിങ്സ് ഒക്കെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നീ ഇങ്ങനെ റീഡിങ് ഒക്കെ ആയിട്ട് ചെയ്യുന്നതും പിന്നെ കുറച്ച് ഗെയിംസ്, ക്ലെവർ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിഡ്സിന് പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇവിടെ ഞാൻ സ്റ്റോൺസിൽ പെയിന്റ് ചെയ്തിട്ട് അതൊരു ഫുഡ് പോലെ അങ്ങനത്തെ ഒക്കെ ആക്കുന്നത്, ഓരോ തീമിൽ വരച്ചു വെച്ചല്ലേ. അപ്പൊ ഈ ഒരു തീം കുറച്ചൊരു ഫുഡ് പോലത്തെ ഞാൻ സ്റ്റോണിൽ പെയിന്റ് ചെയ്ത തീമാണ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് നേച്ചറായിട്ടുള്ള ചെയ്തതാണ്. ചിലതിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കൊടുക്കാനുണ്ട്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് വെറുതെ ഒന്ന് കൊടുത്തിട്ട് ഞാൻ അവിടെ വെക്കും മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ, പർപ്പിൾ കളർ. പിന്നെ ഞാൻ ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കും, ഇങ്ങനെ കഴുകിയിട്ട്. ഇങ്ങനെ കുറെ ചിലതൊക്കെ ഞാൻ ചെയ്തിട്ട് അവിടെ തന്നെ വെക്കും കേട്ടോ. ബാക്കി മൊത്തം ഞാനൊന്നും ചെയ്തിട്ടില്ല. ബർത്ത്ഡേന്റെ ഹാപ്പി ബർത്ത്ഡേ ആമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്ചറ്, പിന്നെ ഇവിടെ ഫാമിലി ഫോട്ടോ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു സ്പേസ് ഉള്ളത്. അപ്പം ഇവിടെ കുറച്ച് ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാഗൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐക്കിന്ന് വാങ്ങിച്ച ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാങ്ങറാണ്. ഇത് ഒരു കുഞ്ഞു ചെയർ പോലെയാണ്. അതേപോലെ ഓരോന്നും ഓരോ രീതിയിലാണ് കേട്ടോ. മൂന്ന് ഡിസൈൻ ആണോ? അതെ. അപ്പൊ ഇത് നമ്മളെ വീടിന്റെ കറക്റ്റ് ചെയറാണ് കേട്ടോ, നമ്മളെ വീട്ടിലുള്ള ചെയർ. പിന്നെ ഇത് നമ്മളെ പുറത്തുള്ള ചെയറാണ് ഇത്, കറക്റ്റ്. ഇത് വേറെ നോർമൽ ചെയറാണ്. പിന്നെ നീ ഇങ്ങനെ നീ വരച്ച രണ്ട് പിക്ചർ, സോറി, ഹാപ്പി ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാവേലിയും വരച്ചിട്ടുണ്ട്, ഉമ്മാന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എലിഫന്റിനെയും വരച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഹാങ് ചെയ്യട്ടെ. പിന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗൊക്കെ ഞാൻ വെച്ചിട്ടില്ല, എൻ്റെ റൂമിലാണ് വെച്ചേ, എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉള്ളത് ആയിട്ടുള്ള. പിന്നെ ഇത് എൻ്റെ എക്സാമിൻ്റെ ആണ്. ഇപ്പം ആനുവൽ എക്സാം വരുമ്പം ആകെ ഉച്ച വരെ എക്സാം അങ്ങനെയൊക്കെ പോകുമ്പോൾ ചെറിയ ബാഗുകൾ കൊണ്ടുപോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുഞ്ഞു ബാഗുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ചോട്ടയുണ്ട്, ഹലോ പറഞ്ഞ് വെറുതെ ഒന്ന് ഹലോ. ഇപ്പം ഭയങ്കര പാവാണ് കേട്ടോ, ഇരുന്നോ. അവളുടെ ഒരു ഏരിയ ആയിട്ടുണ്ട് അല്ലേ. ഇത് ആദ്യം നിന്റെ സ്റ്റഡി ടേബിൾ ആയിരുന്നു. സ്റ്റഡി ടേബിൾ റൂമിലേക്ക് ഞാൻ കൊടുത്തു, കാരണം എനിക്കിപ്പം വേണ്ട, ഇതിൽ ഞാൻ ഇരുന്ന് പഠിക്കലൊന്നുമില്ല, ഹാളിൽ വന്നിട്ടാ പഠിക്കല്. ഈ ഏരിയ ഇങ്ങനെയാണ്, കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ട് ഈ ഏരിയയിലേക്ക് അല്ലേ. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോഫ്റ്റ് ടോയ്സ് ഒക്കെ. സോഫ്റ്റ് ടോയ്സും ഉണ്ട്. ഇവിടെ കുറച്ച് എന്താ പറയാ, അല്ലാതെ ചില്ലറ പാപ്പന് കുറച്ച് ടോയ്സ് ഉണ്ട്. ഇത് വെച്ചാല് എക്സാമ്പിൾ ഓരോ നമ്മളിങ്ങനെ ഓരോ സിബിട്ടാ വെച്ചിരിക്കുന്നത്. ഇത് നീ തന്നെ ഒരു ദിവസം അറേഞ്ച് ചെയ്ത് തന്നുണ്ട് അല്ലേ.
കാരണം നമ്മളിവിടെ ക്ലീൻ ചെയ്തപ്പോൾ ഇവിടെ ഭയങ്കര ഇങ്ങനെ പൊന്തി വെക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ സിബിൽ ഞാൻ വെച്ചതാണ്. അപ്പൊ ഇതില് കുറച്ച് റെയിൻബോ സംഭവങ്ങള്, കിച്ചന്റെ കിച്ചൺ, ഓരോ കളിക്കുന്ന ഓരോ ടോയ്സുകൾ അല്ലേ. പിന്നെ ഇങ്ങനെ ബ്രിക്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കളിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ, അതേ ഇതിൽ തന്നെ എടുത്തു വെക്കാൻ പറ്റും. ചിലതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ മിക്സ് ആവുമ്പോൾ ഭയങ്കര പണിയായിരുന്നു. അതെ, അപ്പൊ ഇങ്ങനെ നമ്മളൊരു അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതിപ്പോ നമ്മൾ ഇതേപോലെ ഐക്യം തന്നെ വാങ്ങിച്ച 2 സംഭവം. ഇങ്ങനത്തെ കുറെ നമുക്ക് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ടോയ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഫുൾ കംപ്ലീറ്റ് കുട്ടികൾ കളിച്ചു കഴിഞ്ഞാലും എടുത്തു വെക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ ഇങ്ങനെയുള്ള ടോയ്സുകൾ ഉണ്ടല്ലോ, ഒരുപാട് ഇങ്ങനെ ഇവര് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള, അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്തിട്ടുള്ള, ഓരോന്നിനും ഓരോ ബോക്സിലായിട്ട് ഓരോ കവറിലായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അതെ, അതൊക്കെ ആമീന്റെ ഐഡിയ ആണ്. അതെ, പിന്നെ ഇത് കോഴിയാണ്, പാപ്പു പറഞ്ഞിട്ട് പാപ്പുന്റെ കോഴി. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്പൈഡർ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കാം. രീതിക്ക് കട്ടെടുത്ത് അപ്പോൾ നിങ്ങൾ ക്ലീനിങ് ആണ് അടുത്ത പരിപാടി അല്ലേ? കളിയൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ, വേഗം രണ്ടുപേരും എല്ലാ സാധനങ്ങളും കറക്റ്റ് എടുത്ത് വെക്കും കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ക്ലീനും ആക്കി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു കുട്ടി പ്ലേ. അതെ, ഇങ്ങനെ സ്റ്റെയറിന്റെ താഴെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ഉള്ളവർക്ക് അല്ലേ ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മളെ ടോയ്സ് ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഗ്രീൻ മാറ്റി വെച്ചാൽ അതൊരു പാർക്ക് പോലെ നമ്മൾ. പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളും പിന്നെ ടൈലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തെന്നി വീഴാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് തന്നെ ക്രാഫ്റ്റ് ചെയ്യും, പെയിന്റ് ചെയ്യും, എല്ലാം വരയ്ക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരു കുഞ്ഞു ഏരിയ ആണ് നമ്മളെ വീട്ടിലുള്ള കുഞ്ഞൊരു സ്പേസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളെ ഒരു ക്യൂട്ട് വീഡിയോ എന്ന് പറയാം അല്ലെ. എല്ലാം ഒരു ക്യൂട്ട് തിങ്സ് പോലെ നിൽക്കുന്നത്. ക്യൂട്ട് അല്ലെങ്കിൽ എല്ലാം ക്യൂട്ട് പോലെ. നിങ്ങൾക്ക് ക്യൂട്ടായിട്ട് തോന്നിയ കുറെ കാര്യങ്ങൾ അല്ലേ. പിന്നെ ഇവിടെ 2 ആൾക്കാരെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുന്നുണ്ട് അല്ലേ മേലെ. ഇത് രണ്ടും അബ്ബ വാങ്ങിച്ചാണ്. ഇത് എനിക്ക് ഇങ്ങനത്തെ ബോള്, ഇത് റൂമിക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അത് പാപ്പുന്റെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.